ഇന്ന് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു. ബജറ്റിലെ നിർദ്ദേശം സംസ്ഥാനത്ത് മദ്യം ഒഴുക്കാനാണെന്നും മദ്യലോബികൾക്ക് വേണ്ടിയാണെന്നും അക്കാര്യം ചർച്ച ചെയ്യണമെന്നുമായിരുന്നു നോട്ടീസിലെ ആവശ്യം. ചോദ്യോത്തരവേളയ്ക്ക് പിന്നാലെ റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് എടുത്ത സ്പീക്കർ വിഷയം അംഗീകരിക്കാനാകില്ലെന്ന് വ്യക്തമാക്കി. ബജറ്റിന്മേലുള്ള ചർച്ച നടക്കുകയാണെന്നും 2 ദിവസം കൂടി ചർച്ചയുണ്ടെന്നും ആ ചർച്ചയിൽ വരേണ്ട വിഷയം അടിയന്തര പ്രമേയമായി അനുവദിക്കാൻ കഴിയില്ലെന്നും സ്പീക്കർ വ്യക്തമാക്കി. 1989 സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ നടത്തിയ റൂളിംഗ് ഉണ്ട്. കീഴ്വഴക്കമനുസരിച്ച് ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന സ്പീക്കർ കർശന നിലപാട് എടുക്കുകയായിരുന്നു. പ്രതിപക്ഷം ഇതിനകത്ത് അഴിമതി ആരോപണമാണ് പ്രധാനമായിട്ടും ഉന്നയിച്ചത്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഭരണപക്ഷത്ത് ചില അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിനകത്ത് തന്നെ മുഖ്യമന്ത്രിയോട് ഈ വിഷയത്തിൽ എതിർപ്പുണ്ട്. ഇന്നലെ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ മദ്യത്തിന് നികുതി നിശ്ചയിച്ചതിലുള്ള എതിർപ്പ് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഭരണപക്ഷത്തുള്ള ആ എതിർപ്പുകൾ മുതലെടുക്കുക കൂടി ചെയ്യാം എന്ന ഒരു ഗൂഢലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം ഇന്ന് ഈ വിഷയം നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ആയിട്ട് കൊണ്ടുവന്ന് നോട്ടീസ് കൊടുത്തത്. എന്നാൽ സ്പീക്കറുടെ കർശന നിലപാട് അതിന് വിലങ്ങുതടിയാവുകയായിരുന്നു. സ്പീക്കർ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി പ്രതിപക്ഷ നേതാവ് പിണറായിയും ഒപ്പം തന്നെ മുൻ ധനമന്ത്രി KN ബാലഗോപാലും പ്രതിഷേധവുമായി എണീറ്റു. ആദ്യം KN ബാലഗോപാലാണ്, അദ്ദേഹമാണ് ഈ നോട്ടീസ് നൽകിയത്. അദ്ദേഹം എണീറ്റുകൊണ്ട് ഇത് ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്, കാരണം ഇതിനു പിന്നിൽ വലിയ അഴിമതിയാണ് എന്നൊരാവശ്യം ഉന്നയിച്ചു. എന്നാൽ സ്പീക്കർ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നു. വളരെ ശാന്തമായിട്ട് തന്നെ അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം അനുവദിക്കാൻ പറ്റില്ല, അതിന് മുൻകാല ചരിത്രങ്ങളൊക്കെ തന്നെ ഉണ്ട്. ബജറ്റിലെ ഒരു നിർദ്ദേശമാണിത്. ബജറ്റിന്റെ ചർച്ച നടക്കുകയാണ്. ഇന്നും നാളെയും ആ ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം വേണമെങ്കിലും പറയാം. എന്നാൽ അത് കഴിയാതെ ഈ വിഷയത്തിൽ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് അനുവദിക്കാനാകില്ല എന്ന് സ്പീക്കർ വ്യക്തമാക്കി. തൊട്ടു പിന്നാലെ സാധാരണ നിലയിൽ പ്രതിപക്ഷ നേതാവിന് ഈ വിഷയത്തിൽ സംസാരിക്കാൻ അവകാശം ലഭിക്കാറുണ്ട്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ എണീറ്റുകൊണ്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. ഈ വിഷയത്തിൽ ഒരു കർണാടക ലോബിക്ക് വേണ്ടിയാണ്, മദ്യ ലോബിക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു നീക്കം സർക്കാർ നടത്തുന്നത്. ഇതിന് പിന്നിൽ വലിയ അഴിമതിയുണ്ട്. സ്പീക്കറുടേത് റൂളിംഗ് ആണെങ്കിലും അതിന് പിന്നിലുള്ള ഒരു തീരുമാനം അത് സർക്കാരിൻ്റെതാണെന്ന് ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു വിമർശനം പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്കെതിരെ പോലും ഉയർത്തുന്നത് കാണാൻ കഴിഞ്ഞു. എന്നാൽ സ്പീക്കർ അതിന് വഴങ്ങിയില്ല. സ്പീക്കർ അടുത്ത നടപടികളിലേക്ക് കടക്കുകയായിരുന്നു. ശ്രദ്ധ ക്ഷണിക്കലിലേക്ക് സ്പീക്കർ കടന്നതോടുകൂടി പ്രതിപക്ഷം വലിയ പ്രതിഷേധവുമായിട്ട് നടുത്തളത്തിലേക്ക് ഇറങ്ങി. സ്പീക്കറുടെ ഡയസിന് മുന്നിലെത്തി പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ബഹളം വയ്ക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് കണ്ടത്. എന്നാൽ അപ്പോഴും വളരെ ശാന്തമായിട്ട് സ്പീക്കർ പറഞ്ഞത്, നിങ്ങൾ എത്ര പ്രതിഷേധം നടത്തിയാലും എൻ്റെ ഡയസിന് മുന്നിൽ നിന്ന് എത്ര ശക്തമായിട്ട് പ്രതിഷേധിച്ചാലും താൻ വാച്ച് ആൻഡ് വാർഡിനെ വിളിക്കാൻ പോകുന്നില്ല. നിങ്ങൾ ജനപ്രതിനിധികളാണ്, അതുകൊണ്ട് നിങ്ങൾ ഈ പ്രതിഷേധം മതിയാക്കി പോവുക, സീറ്റിലേക്ക് പോവുക എന്നൊരു നിർദ്ദേശം അദ്ദേഹം കൊടുത്ത് പിന്നീട് അദ്ദേഹം സഭാ നടപടികളിലേക്ക് വീണ്ടും കടക്കുകയായിരുന്നു. എന്തായാലും വളരെ നാടകീയമായ ചില രംഗങ്ങളാണ് ഇന്ന് ചോദ്യോത്തരവേളയ്ക്ക് പിന്നാലെ നിയമസഭയിൽ അരങ്ങേറിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ ബജറ്റിൻ്റെ ഷെഡ്യൂൾ അവതരിപ്പിക്കുമ്പോൾ അതിനകത്ത് ഫിനാൻസ് ബില്ലുണ്ടായിരുന്നില്ല. അത് കാണിക്കുന്നത് പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ്. അപ്പോൾ പുതിയ നികുതി നിർദ്ദേശത്തെക്കുറിച്ച് യാതൊരു ആലോചനയും ഈ ബജറ്റ് തയ്യാറാക്കുമ്പോൾ തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് വ്യക്തമാകുന്നത്. പക്ഷേ ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം കൊയ്യാൻ പറ്റുന്ന അവസരം മെല്ലെ ഇതിൽ തിരികിയിരിക്കുകയാണ്. ഇത് ഗൗരവമായ വിഷയമാണ്. സർ, നാം കാണേണ്ടത് 251% നിലവിലുള്ള നികുതി, അതാണ് 120% കുറക്കുന്നത്. സർ, 131% കുറവ്. സർ, എന്തിനു വേണ്ടിയാണിത്? ആർക്കു വേണ്ടിയാണിത്? നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാർക്ക് ഇതുകൊണ്ട് എന്താണ് ഗുണം? സാധാരണ ജനങ്ങൾക്ക് എന്താണ് ഗുണം? സർ, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്കോ മനുഷ്യർക്കോ വേണ്ടിയുള്ള ഒന്നല്ല ഈ വന്നിട്ടുള്ള നിർദ്ദേശം. അപ്പോൾ ഇതിൻ്റെ ഗുണഭോക്താവ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കർണാടകയിലെ ഒരു മദ്യ കമ്പനിയാണ്. ഇവിടെയാണ് പ്രശ്നം. സർ, ഇവിടെയാണ് പ്രശ്നം. കർണാടകയിലെ ഒരു മദ്യ കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം സർ നമ്മുടെ സ്വകാര്യ പുസ്തക കമ്പനിയായ ബക്കാർഡി അവർക്ക് വേണ്ടിയുള്ള ഒരു നിർദ്ദേശമായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങേ പോലെ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്റർഫിയർ ചെയ്യുന്നത് എനിക്കും വിഷമമുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ?
അടിയന്തര പ്രമേയത്തിലുള്ള സാധ്യത ഒഴിവാക്കി. അതിനകത്തെ കണ്ടൻസിലോട്ട് പിന്നെ നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങക്ക് വാക്കൗട്ട് ഉണ്ടെങ്കിൽ അങ്ങക്ക് ആ കാര്യം ഒരു വിവരം പറഞ്ഞ് വാക്കൗട്ട് നടത്തുന്നതിന് സ്വാതന്ത്ര്യമുണ്ടോ? സർ ഞാനൊരു കാര്യം പറയാ, ഇതുമായി ബന്ധപ്പെട്ട ഫയൽ നീക്കം അതിദ്രുതഗതിയിൽ നടക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. അങ്ങയെപ്പോലുള്ള ഒരു നീതിമാൻ ആ ചെയറിൽ ഇരുന്നു കൊണ്ട് ഇരിക്കുന്ന ഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം സംഭവിക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങയിൽ നിന്ന് ഞാൻ നീതി ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. സർ, നമ്മുടെ നാട്ടില് സോഫ്റ്റ് ഡ്രിങ്ക് പോലെ സാർവത്രികമാക്കാനാണ് പോകുന്നത്. ഇതാണ് ഗൗരവമായ തരത്തിലും ഇത് അനുവദിക്കാൻ പറ്റില്ല. നമ്മുടെ നാടിന് വലിയ ഗുരുതരമായ പ്രത്യാഘാതം അതാണ് സംഭവിക്കുന്നത് നാം കാണണം. ഇന്നും നാളെയുള്ള ചർച്ചകളിൽ നമുക്ക് ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഏതായാലും ഇത് കൺക്ലൂഡ് ചെയ്യും. അങ്ങയുടെ റൂളിംഗ് ആണെങ്കിലും ഇതിന്റെ പിന്നിലുള്ള താല്പര്യം നമുക്ക് ഗവൺമെന്റിന്റെ നിലപാടാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് അങ്ങ് കഠിനമായി നിൽക്കരുത് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അതല്ല, ഞാൻ നിയമവും ചട്ടവും കീഴ്വഴക്കങ്ങളും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും ഒക്കെ ലഹരിയിലേക്ക് തള്ളിവിടുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പൊ ലഹരിയെ കുറിച്ച് ബഹുമാനായ ആഭ്യന്തരമന്ത്രി പറഞ്ഞു കഴിഞ്ഞതേ ഉള്ളൂ, ലഹരിയുടെ ആപത്തിനെ കുറിച്ച്. ആ ലഹരിയിലേക്ക് ആളുകളെ തള്ളിവിടുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് ഇത് വരുന്നത്. നാം സഹകരിക്കാൻ സാധാരണഗതിയിൽ പ്രയാസമുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദയവായിട്ട് ചെയറുമായിട്ട് സഹകരിക്കും പ്ലീസ്. ഏതായാലും നിങ്ങളുടെ ഒരു പ്രതിഷേധം കഴിഞ്ഞല്ലോ. എത്ര പ്രതിഷേധം ഉണ്ടായാലും ശരി, ഞാൻ വാച്ചാമ്പാടിനെ വിളിക്കുന്ന പ്രശ്നമില്ല. നിങ്ങൾ ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളാണ്. നിങ്ങൾ ജനങ്ങളെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി ജയിച്ചു വന്ന ആളുകളുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതിനോട് യോജിച്ച് നിൽക്കുക, സഹകരിച്ചു പോവുക. പ്ലീസ് പ്ലീസ് സഹകരിക്കൂ, സഹകരിക്കൂ, സഹകരിക്കൂ പ്ലീസ്. പ്ലീസ്, എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. അപ്പോ ദയവായിട്ട് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. പ്ലീസ് പ്ലീസ് റെസ്യൂം യുവർ സീറ്റ്. Please, please resume your seat, please. ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ പോകൂ. അടുത്ത വിഷയത്തിലോട്ട് കിടക്കണം. പ്ലീസ് പ്ലീസ്. ഇന്നും നാളെ ചർച്ച ചെയ്താൽ മതി.
ഇന്നും നാളെ ചർച്ച ചെയ്യാൻ സന്ദർഭമുണ്ടല്ലോ.